ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഞാറുവള്ളിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 1/2 കിലോ കൊച്ചുമത്തി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉള്ളിയൊക്കെ ചതച്ച് മുളകിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ മത്തി കഴുകി വെട്ടി വരഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിന്ന് പുറത്ത് അടപ്പ് കൂട്ടി ചെയ്യാം. അപ്പോൾ അടപ്പ് കൂട്ടിയിട്ടുണ്ട്, അത് കത്തിച്ചിട്ടുണ്ട്. നമുക്കൊരു ചെറിയ ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് മൂത്ത് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് വേപ്പിലയും വറ്റൽമുളക് കീറിയതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മരത്തിൻ്റെ തവി ഉപയോഗിച്ച് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടി വന്നം, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ മൂത്ത് വന്നം. അത് കഴിഞ്ഞ് നമുക്ക് ചെറിയ ഉള്ളി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് കീറിയത് എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് വേവിക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും വഴറ്റിയെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി എന്നിവയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 തക്കാളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കണം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയൊക്കെ ഏകദേശം വേവായുണ്ട്. ഇനി നമുക്ക് 1 സ്പൂണോളം മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വഴറ്റി പൊടികളുടെ പച്ചമണമൊക്കെ മാറാൻ പാകത്തിന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റുമ്പോൾ കരിഞ്ഞു പോകരുത്. പിന്നെ നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചൂടൻ വെള്ളം നമുക്ക് മത്തി വേവാൻ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വളരെ കുറച്ചേ വെള്ളവും ചേർക്കണുള്ളൂ, പറ്റിച്ചെടുക്കാവുന്നതുകൊണ്ടാണ്. മത്തിക്ക് അധികം വേവൊന്നുമില്ല. ഇനി നമുക്ക് തിള വരും വരെ നിൽക്കാം. അപ്പോൾ ചാറ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മത്തി ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തവി വെച്ച് ഒന്ന് തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് കൊടുക്കാം. നമുക്കിനി ഒരു മൂടപാത്രം കൊണ്ട് അത് മൂടി വെച്ച് ഒരു 10 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം 10 മിനിറ്റോളം വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മൂടിയൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചാറൊക്കെ പറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ മത്തിക്കറി നന്നായിട്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മത്തി മുളകിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയപ്പോൾ അടുത്തൊരു ഉഗ്രം വീഡിയോ ആയിട്ട് കാണും വരെയും എല്ലാവർക്കും നന്ദി.